ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുമ്പഴ എസ്റ്റേറ്റിനകത്തോട്ടാണ്. പത്തനംതിട്ട ജില്ലയിൽ കുമ്പഴ എസ്റ്റേറ്റിനകത്തോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുമ്പഴ എസ്റ്റേറ്റിനകത്തോട്ട് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ കൊക്കോ മരങ്ങളൊക്കെയാണ് സൈഡിൽ കാണുന്നത്. കൊക്കോ മരങ്ങൾ സൈഡിൽ ഇങ്ങനെ കാണാം. ഇടയ്ക്ക് റബ്ബറുണ്ട്. ഇത് പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ ഭാഗമാണ്. മലയാളപ്പുഴയിൽ നിന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ എത്താൻ പറ്റും. ഇതിങ്ങനെ കറങ്ങി നമുക്ക് കോന്നിയിലൊക്കെ എത്താവുന്നതാണ്. ചെങ്ങറയ്ക്ക് ഇനി ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. നമുക്ക് നല്ല രസമുള്ളൊരു ഏരിയയാണ്. പശുക്കുട്ടി കറങ്ങി ഇവിടെയൊക്കെ നല്ല സൂപ്പർ സ്ഥലമാണ്. ഇവിടെ കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ചെങ്ങറ വ്യൂ പോയിൻ്റാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഞാനിങ്ങനെ വന്നപ്പോൾ കമ്പനിയിൽ എൻ്റെ ജോലി സംബന്ധമായിട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. ഇവിടെ ഒരു ചെറിയൊരു കോവിൽ പോലുണ്ട്. പണ്ട് കാലത്തൊക്കെ ഇവിടെ ഒരുപാട് ഈ ടാപ്പിങ്ങിനുമൊക്കെ വന്ന ഒരുപാട് തൊഴിലാളികളൊക്കെ താമസിച്ച സ്ഥലമാണ്. ഇവിടെ പണ്ട് ഇനിയിപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ചെങ്ങറയുടെ ഭാഗത്തിലോട്ട് നമ്മൾ കയറുകയാണ്. ചെങ്ങറ ഭൂസമരമൊക്കെ നടന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരുപാട് സമരങ്ങൾ ഇതിൻ്റെ പേര് നടന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല വ്യൂ ആണ് ഇതുവഴി പോകാനേ. നല്ല വ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ ചെങ്ങറ എസ്റ്റേറ്റിലോട്ട് ഇങ്ങനെ കയറുകയാണ്. ഇപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ വന്നപ്പോഴത്തെ ഇപ്പോൾ നമ്മുടെ ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൻ്റെ ബോർഡാണ് കാണുന്നത്. കുമ്പഴ എസ്റ്റേറ്റ്, ഇത് കുരുമ്പെട്ടി എസ്റ്റേറ്റ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇവിടെ കുറച്ചുകൂടെ മാറിക്കഴിഞ്ഞാൽ ഇത് ചെങ്ങറയാണ്. ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. പറ്റുമെങ്കിൽ കണ്ട് നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. ഇതുവഴിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒന്ന് കറങ്ങുന്നത് നല്ലതാണ്. ഇവിടെ അത്യാവശ്യം ഉള്ളിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിൻറ്റ്സൊക്കെ ഉണ്ട്. റോഡൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ റോഡാണ്. എങ്ങും കട്ടറോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നല്ല റോഡാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ കഴിവതും ഈ സ്ഥലത്തൊക്കെ ഒന്ന് വരണം. നല്ലൊരു യാത്രയുടെ അനുഭവമായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.